ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ പഠിതാക്കളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ റമദാൻ സമാഗതമായി. അതിൻ്റെ പ്രത്യേകതകളെ നാം മനസ്സിലാക്കുകയുണ്ടായി. റമദാനിനെ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഷഹ്റുൽ ഖുർആൻ എന്നതത്ര. ഖുർആനിൻ്റെ അവതരണവുമായി പരിശുദ്ധ റമദാനിന് അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. റമദാനിൻ്റെ നോമ്പിൻ്റെ ചൈതന്യത്തെക്കുറിച്ചും അതിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ചും പരാമർശിച്ചപ്പോൾ ഖുർആൻ ഉണർത്തുന്നത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യവിശ്വാസികളെ, മനുഷ്യരെ, പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിലാകുന്നു അള്ളാഹു പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുവാൻ വേണ്ടി സെലക്ട് ചെയ്ത മാസമാണ് റമദാൻ. ഖുർആൻ എന്തിനാണ് മാലോകർക്ക് അവതരിപ്പിച്ചത്? ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനവുമായി സന്മാർഗം പഠിപ്പിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ വിവരണത്തിന് വേണ്ടി വിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് അവതരിപ്പിച്ചത് ഈ റമദാനിലാകുന്നു എന്ന് ഖുർആൻ ഉണർത്തി. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പരിശുദ്ധ റമദാൻ മാസവുമായി വലിയ ബന്ധമുണ്ട്. നോമ്പെടുക്കുന്നവർ ഖുർആനുമായി വളരെയധികം ഇടകലർന്ന് ജീവിക്കുകയും ഖുർആനിൻ്റെ മാസമായ റമദാനിൽ അതൊരു ആഘോഷമായി ഖുർആൻ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ ബന്ധമുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണേ എന്ന് ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ കാണാം. അതിൽപ്പെട്ടതാണ് അല്ലാഹു ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദൽ ബൈൽ, ഈ നാട്ടിൻ്റെ, ഈ രാജ്യത്തിലെ ഈ പരിശുദ്ധ കഅബാലയത്തിൻ്റെ റബ്ബിനെ ആരാധിക്കണമെന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽ പെട്ടവനായിരിക്കണമെന്ന് റബ്ബ് കൽപ്പിച്ചു. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത് വ അൻ അത്ലുവൽ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ഖുർആൻ നിരന്തരം പാരായണം ചെയ്യാൻ വേണ്ടി പടച്ചതമ്പുരാൻ കൽപ്പിച്ചിരിക്കുകയാണ്. ഈ വചനത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായ ബൈളാവി പറയുന്നത് യുദാവിമൂന അലാ ഖിറാഅത്തിഹി വ മുതാബഅത്തിഹി വമാ ഫീഹി, ഖുർആൻ നിരന്തരം അത് പാരായണം ചെയ്യണമെന്നും ഖുർആനിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കൽപ്പനകളെല്ലാം തന്നെ എപ്പോഴും ശിരസാ വഹിക്കണമെന്നും ഹത്താ സാറത്ത് സുംഅതൻ ലഹും വ ഉൻവാനാ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഖുർആനിൻ്റെ ആളുകളാണെന്ന് ലോകം മനസ്സിലാക്കട്ടെ. വിശ്വാസികളുടെ ഐഡൻറ്റിറ്റിയാണ് ഖുർആൻ എന്ന് ലോകരറിയട്ടെ. അതിനു വേണ്ടി എപ്പോഴും നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണമെന്ന് ബൈളാവി തൻ്റെ തഫ്സീറിൽ ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഉണർത്തുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ മാസത്തിൽ നിരന്തരം ഖുർആനുമായി നാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഖുർആനും റമദാനിലെ നോമ്പും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശഫാഅത്ത് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതിനാൽ ഖുർആൻ ഓതാത്ത ഒരു വിശ്വാസിയും ഈ റമദാനിൽ ഉണ്ടാകരുത് എന്ന് ഉണർത്തുകയാണ്. നിത്യവും മാക്സിമം കഴിയുന്നത്ര ഖുർആൻ ഓതി തീർക്കുവാൻ നമ്മൾ ശ്രമിക്കുക. ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിക്കുക. പഠിക്കുന്നതെല്ലാം തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പ്രവാചക തിരുമേനി പറഞ്ഞില്ലേ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ, നിങ്ങളിൽ മനുഷ്യരിൽ ഏറ്റവും ഉന്നതന്മാർ, ഉത്തമന്മാർ ഖുർആൻ പഠിക്കുന്നവരത്രേ, ഖുർആൻ പഠിപ്പിക്കുന്നവരത്രേ. അതിനാൽ തന്നെ ഒന്നുകിൽ നിങ്ങൾ പഠിക്കുന്നവരായിരിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നവരായിരിക്കണം. ഏത് നിലക്കും ഖുർആനുമായി അണഞ്ഞ ബന്ധം സ്ഥാപിക്കുവാൻ ഈ റമദാൻ നമുക്കോരോരുത്തർക്കും പ്രചോദനമാകട്ടെ. നമ്മെ എല്ലാവരെയും അഹ്ലുൽ ഖുർആനിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ ഖുർആനിൻ്റെ ആളുകളായി റബ്ബിനെ കണ്ടുമുട്ടാൻ റബ്ബ് നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.